ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എയർ ഫ്രയറിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വഴുതനങ്ങായും ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു വലിയ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് ഒരു കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അത് പീൽ ചെയ്ത് കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കണ്ടില്ലേ, എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കഴിവതും അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരമണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് അരമണിക്കൂറോളം നമുക്ക് അത് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ഞാനിതാ കുറച്ച് വഴുതനങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാനിതാ വലിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം സാധാരണ ഇത് എണ്ണയിൽ ഞാൻ വറുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ ഒന്നുണ്ടാക്കി എടുക്കാമെന്നും കൂടെ നോക്കാമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പം ഞാനിതാ ഇതെല്ലാം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനകത്ത് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ എണ്ണയും അതുപോലെ ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിലൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് ഓയിൽ തേക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ, കാരണം ആദ്യത്തെ ഒരു ഇതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിലൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പും ഓയിലും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കിഴങ്ങൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂറായി. ആ സമയം കൊണ്ട് നമുക്ക് കിഴങ്ങെല്ലാം നല്ലവണ്ണം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി നമ്മളിതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കഴുകി ഒരു ക്ലീനക്സ്, അതായത് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനതെല്ലാം ഒന്ന് ഉപ്പി തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കിഴങ്ങെല്ലാം നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഏറെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല എരിവായിരുന്നു. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഓയിലും പിന്നെ ഉപ്പുകൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. കണ്ടോ, മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കത് എയർ ഫ്രയറിൽ വെക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ 200 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫിലിപ്സിൻ്റെ ഓവനാണ് എയർ ഫ്രയറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ കിഴങ്ങെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ എയർ ഫ്രയർ ലൈനേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്, ഡിസ്പോസിബിൾ സിലിക്കോണിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. ഇപ്പം ഞാനൊരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വഴുതനങ്ങ അവിടെ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് എടുക്കാനായിട്ട്. ഒരു 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് വെച്ച് കൊടുക്കാവേ. കണ്ടില്ലേ, അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പം നിങ്ങൾ ഈ ലൈനേഴ്സ് കഴിവതും ഉപയോഗിക്കുക. കാരണം എന്നാ വെച്ചാൽ നമുക്ക് അധികം വൃത്തികേടായി കിട്ടത്തില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഴുകിയെടുത്തു അതിൻ്റെ കോട്ടിങ് അങ്ങ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് പകരം ബട്ടർ പേപ്പർ വല്ലതും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ലൈറ്റായിട്ടുള്ള വല്ല സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ആ കാറ്റടിച്ചിട്ട് ആ പേപ്പർ ചിലപ്പോൾ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കറിവേപ്പിലൊക്കെ ഇടുന്ന സമയത്താണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതാ വഴുതനങ്ങ ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത് ഞാനൊരു 180 ഡിഗ്രിയിൽ 15-20 മിനിറ്റാണ് വെച്ചത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. പക്ഷേ എനിക്കിത് അത്ര സെറ്റായി കിട്ടിയില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല സത്യത്തിൽ. പിന്നെ ഇത് നമ്മൾ പഴയ വഴുതന ഒരു ഫ്രൈങ് പാൻ വെച്ചതിന് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം വഴുതനങ്ങ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഈ വഴുതനങ്ങ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും കേട്ടോ. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് നല്ല സൂപ്പറായിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴുന്ന സമയത്ത് നിങ്ങൾ കഴിവതും മറ്റേ ഇതുണ്ടല്ലോ മുളക് പൊടി ഇടാതിരിക്കുക. ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇനി എന്തായാലും പുതിയ പുതിയ വിഭവങ്ങളായിട്ട് ഞാൻ വരാം. ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതലും ഓയിലിലായിരിക്കത്തില്ല എൻ്റെ ഫുഡൊക്കെ, എയർ ഫ്രയറിലായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.